മുഖ്യമന്ത്രിക്കെതിരായ ആരോപണങ്ങൾ ആവർത്തിച്ച് പി വി അൻവർ MLA. മലപ്പുറം പരാമർശത്തിൽ ഉത്തരവാദി മുഖ്യമന്ത്രിയാണ്. ഇതിൽ മുഖ്യമന്ത്രി മാപ്പ് പറയണം. സ്വർണ്ണക്കടത്ത് അന്വേഷിക്കാത്തത് എന്തുകൊണ്ടെന്നും വ്യക്തമാക്കണം. ആവശ്യമെങ്കിൽ MLA സ്ഥാനം രാജിവെക്കാൻ തയ്യാറെന്നും പി വി അൻവർ മലപ്പുറത്ത് പറഞ്ഞു. ശിവദാസ് കന്മനം ചേരുന്നു. ശിവദാസ്, പി വി അൻവർ MLA വീണ്ടും മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് പ്രതികരിച്ചിരിക്കുന്നത്. തീർച്ചയായും രോഹിണി പറഞ്ഞതുപോലെ തന്നെ രൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് മുഖ്യമന്ത്രിക്കെതിരെ പി വി അൻവർ ഇന്നും ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. നമുക്കറിയാം, മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം അല്പസമയത്തിനകം ഉണ്ടാകും. 11:30 മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം ഉണ്ടാകും. അതിൽ പി വി അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിലെല്ലാം തന്നെ മറുപടി ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിന് തൊട്ടു മുൻപാണ് ഇപ്പോൾ പി വി അൻവർ മാധ്യമങ്ങളെ കണ്ടത്. മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടുള്ള നിരവധി വിഷയങ്ങളിൽ അദ്ദേഹം തുടർച്ചയായി തന്നെ ആരോപണം ഉന്നയിച്ചു. മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ നിലവാര തകർച്ചയാണ് എന്ന് എടുത്തു പറഞ്ഞു. കാരണം പല വിഷയങ്ങളിലും സ്വർണ്ണക്കടത്തും അതോടൊപ്പം തന്നെയുള്ള മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടുള്ള പല വിഷയങ്ങളിലും മുഖ്യമന്ത്രി എടുക്കുന്ന നിലപാടുകൾ ശരിയല്ല. മുഖ്യമന്ത്രിയോട് തനിക്ക് വിയോജിപ്പില്ല, പക്ഷെ മുഖ്യമന്ത്രി എടുക്കുന്ന നിലപാടുകൾ ശരിയല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം അടുത്ത കാലത്തായി മുഖ്യമന്ത്രി അത്തരം നിലപാടുകളാണ് കൂടുതൽ എടുക്കുന്നത്. തെറ്റായ സമീപനമാണ് പല വിഷയങ്ങളിലും മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി ആ സ്ഥാനത്ത് ഇരിക്കാൻ അർഹതയില്ല എന്ന് അദ്ദേഹം പറയുന്നു. പദവി ഒഴിയണം എന്ന് പറയുന്നു. പാർട്ടിക്ക് എന്തുകൊണ്ടാണ് ഇക്കാര്യത്തിൽ ഇടപെടാൻ കഴിയാത്തത്? പാർട്ടി ആരെയാണ് ഭയക്കുന്നത്? മുഖ്യമന്ത്രിയെ പാർട്ടിക്ക് ഭയമാണ് എന്നും പി വി അൻവർ സൂചിപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പി വി അൻവറിനോട് താൻ പോരാട്ടം തുടരും എന്നും പി വി അൻവർ പറയുന്നുണ്ട്. കാരണം ഈ പോരാട്ടത്തിന് MLA സ്ഥാനം എന്നത് തടസ്സമാണെങ്കിൽ ആ സ്ഥാനം ഒഴിയാനും താൻ തയ്യാറാണ്. തന്നെ സംബന്ധിച്ച് പോരാട്ടം ആണ് വലുത്. കാരണം ജനങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഇക്കാര്യങ്ങളെല്ലാം പറയുന്നത്. അത് ഇനിയും തുടരും. ജനങ്ങൾ തന്റെ ഒപ്പം ഉണ്ട് എന്നുള്ള വിശ്വാസമാണ് തനിക്കുള്ളത്. അതുകൊണ്ടാണ് താൻ ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കും എന്ന് പറഞ്ഞത്. ഞായറാഴ്ചയാണ് പുതിയ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രഖ്യാപനം ഔദ്യോഗികമായി ഉണ്ടാവുക. അതിൽ 1 ലക്ഷത്തോളം പേർ പങ്കെടുക്കും എന്നാണ് പി വി അൻവർ പറയുന്നത്. എന്തായാലും പി വി അൻവർ ഇപ്പോഴും മുഖ്യമന്ത്രിക്കെതിരെയും അതോടൊപ്പം തന്നെ CPM-നെയും എതിരെയുള്ള ആരോപണങ്ങൾ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇടതുപക്ഷത്തെ പ്രതിരോധത്തിലാക്കിക്കൊണ്ടുള്ള നീക്കങ്ങൾ തന്നെയാണ് ഇപ്പോഴും പി വി അൻവറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. രോഹിണി. ശിവദാസ്, മുഖ്യമന്ത്രിക്കെതിരെ ആഞ്ഞടിക്കുമ്പോഴും KT ജലീലിനെ പരിഹസിക്കാനും പി വി അൻവർ മറന്നില്ല. തീർച്ചയായും ഇന്നലെയാണ് KT ജലീൽ പി വി അൻവറുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ മറുപടി പറഞ്ഞത്. ആ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് KT ജലീൽ തന്റെ നിലപാട് വ്യക്തമാക്കിയിരുന്നു. താൻ ഒരിക്കലും CPM-നെ തള്ളി പറയില്ല. തന്നെ വെടിവെച്ച് കൊന്നാൽ പോലും CPM ആയി തന്നെ ഞാൻ മരിക്കും. ഒരു സമയത്തും ഒരു കാലത്തും താൻ CPM-ൽ നിന്നും അകന്നു നിൽക്കില്ല. പൊതുപ്രവർത്തനം തുടരുമ്പോഴും പാർലമെന്ററി രാഷ്ട്രീയം താൻ അവസാനിപ്പിക്കും എന്ന് ജലീൽ സൂചിപ്പിച്ചിരുന്നു. പി വി അൻവറിന്റെ പല നിലപാടുകളോടും തനിക്ക് യോജിപ്പില്ല. അദ്ദേഹം പറയുന്ന പല വിഷയങ്ങളിലും തനിക്ക് എതിർപ്പുണ്ട്. CPM-വുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലും എല്ലാം തന്നെ തനിക്ക് വിയോജിപ്പാണ് ഉള്ളത് എന്ന് KT ജലീൽ ഇന്നലെ പറഞ്ഞിരുന്നു. അതിന് മറുപടിയായാണ് ഇന്ന് പി വി അൻവർ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ. KT ജലീൽ ആരുടെയോ തടവറയിലാണ്, ആരുടെ കാലിൽ ബന്ധിച്ച് ഇരിക്കുകയാണ് KT ജലീലിനെ എന്നാണ് പി വി അൻവർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. പിന്നീട് ഓരോരുത്തർക്കും അവരവരുടേതായ നിലപാടുണ്ടാവും. KT ജലീൽ പറഞ്ഞത് അദ്ദേഹത്തിന്റെ നിലപാടാണ്. താൻ പറയുന്നത് എനിക്ക് ശരി എന്ന് തോന്നുന്ന കാര്യങ്ങളാണ്. ആ നിലപാടിൽ താൻ ഉറച്ചു നിൽക്കും. അതിന് മറ്റാരുടെയും സഹായങ്ങൾ വേണ്ട എന്നും പി വി അൻവർ പ്രത്യേകമായി എടുത്തു പറയുന്നുണ്ട്. രോഹിണി.